നികുതി ഭീകരതയോ എന്ന ചോദ്യത്തിന് നികുതി ഭീകരത കൂടിയാണ് എന്നതാണ് എൻ്റെ ഉത്തരം. പലതരം ഭീകരതയ്ക്കിടയിൽ നികുതി ഭീകരതയും വരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല രൂപത്തിൽ എങ്ങനെയൊക്കെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ചർച്ച നടത്തിയതാണ്. ഇന്നിപ്പോൾ അജയ് മാക്കനും ജയറാം രമേശും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പലതവണ ലഭിച്ച നോട്ടീസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് 1823 കോടിയുടെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അത് 93-94 കാലയളവിൽ സീതാറാം കേസരിയുടെ കാലത്തുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പരിഹാസപൂർവ്വം ജയറാം രമേശ് പറയുകയാണ്, ഇനി ജംനാലാൽ ബജാജിൻ്റെ കാലത്ത്, അതായത് ഗാന്ധിജിയുടെ കാലത്ത് നോട്ടീസ് പോലും വരാൻ സാധ്യതയുണ്ട് എന്ന്. അത് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പഴയ ഏതൊക്കെയോ കണക്കുകളുമായി വരികയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എം ഇ നികേഷ് കുമാറൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അബ്കി ബാർ 400 പാർ എന്ന് പറയുന്നത് ഈ 400 കടക്കുമെന്നുള്ള അവകാശവാദം അത് നടപ്പാക്കാനുള്ള ഒരുതരം വെപ്രാളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളം പല രൂപത്തിൽ പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ നിയമപരമായി നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി ഇപ്പോൾ 2 തവണയായി നൽകിയിരിക്കുന്ന ഹർജികൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തള്ളിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന നോട്ടീസുമായി സുപ്രീം കോടതിയിലേക്ക് പോകും. നേരത്തെ ആദായ നികുതി വകുപ്പിനെ സമീപിച്ചപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് പോകാനാണ് പറഞ്ഞത്. അതും ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു സമയപരിധിയുണ്ട്. സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. ആ സമയം എടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. ഈ തിരഞ്ഞെടുപ്പ് കാലം എങ്ങനെയൊക്കെ ഞെരുക്കാമെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഭരണപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഭയപ്പെടുന്നവരാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പരിപാടികൾ കുറയ്ക്കില്ല, പ്രചാരണത്തിന് പണമില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. നേരത്തെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റിന് പോലും പണമില്ല എന്ന്. പക്ഷേ 3-ാം തീയതി മുതൽ ഈ ഘർ ഘർ ഗ്യാരണ്ടി പ്രചാരണം തുടങ്ങിയാണ്. അപ്പോൾ ആ നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു, എൻ്റെ ഗ്യാരണ്ടിയാണ്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ജനാധിപത്യത്തെ തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ അതിശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും, നിയമപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഗ്യാരണ്ടിയും രാഹുൽ ഗാന്ധി നൽകുന്നു. അതിപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന നേതൃത്വം മാത്രം നൽകേണ്ട ഗ്യാരണ്ടി അതല്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെറിയ പാർട്ടി വലിയ പാർട്ടി എന്നില്ല. ഇപ്പോൾ CPIക്ക് പോലും 11 കോടി പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 11 കോടി കുടിശ്ശിക അടയ്ക്കണമെന്നുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പല രൂപത്തിൽ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഈ ഘട്ടത്തിലൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സംവിധാനം എവിടെയുമില്ല. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്ക് ശേഷം ഈ കാര്യത്തിലും പ്രതിപക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോയി കണ്ടിരുന്നു. ഒരു പ്രതികരണവുമില്ല. ഈ ഘട്ടത്തിലും പ്രതികരണമില്ല. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികൾ, പ്രതികരണങ്ങൾ, ഇതിലൊന്നും തന്നെ മറ്റൊരു പ്രതികരണത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രൂപത്തിൽ വന്നു എന്നുള്ള വിഷയം കൂടി വരുന്നത്. ഇന്നിപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിൻ്റെ ഭാര്യയും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായല്ലോ. അപ്പോൾ കേജ്രിവാളിന് സന്ദേശം അയക്കാൻ ഒരു വാട്സാപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. എല്ലാ ജനങ്ങൾക്കും അതിലേക്ക് പ്രതികരണം അയക്കാമെന്ന് പറയുന്നു. അപ്പോൾ പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയൊക്കെ ജനങ്ങളുടെ പിന്തുണ നേടാമെന്നുള്ളതിൽ ഈ വാട്സപ്പ് ക്യാമ്പയിനിൽ എത്ര പേർക്കും ആ ഫോൺ നമ്പർ കൊടുത്തിരിക്കുകയാണ്. വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ ഇത്ര പേർ ഞങ്ങളുടെ പിന്തുണയുമായി ഞങ്ങൾക്ക് ഇത്രയും പേരുടെ സന്ദേശങ്ങൾ എത്തിയെന്ന് അവർക്ക് പറയാൻ പറ്റും. ഇത് അവർ പുറത്ത് നൽകും. ആ രൂപത്തിൽ ആപ്പിന് ആ ശക്തി കാണിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് പുതിയ പ്രതിഷേധത്തിൻ്റെ രീതികളായി വരേണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടപ്പോഴുള്ള പ്രതിഷേധ റാലി മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, സീതാറാം യെച്ചൂരി, ഡി രാജ, ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു വലിയൊരു പ്രതിഷേധ പരിപാടിയായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിപ്പോൾ 1975 ജൂൺ 25 മുതൽ 21 മാസമായിരുന്നല്ലോ അടിയന്തരാവസ്ഥ. അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഇതിപ്പോൾ അപ്രഖ്യാപിതമായ രീതിയിൽ തന്നെ നടപ്പാക്കിയിരിക്കുന്നു മോദി എന്നുള്ളതാണ്. പല രൂപത്തിലാണ്. മിണ്ടാൻ പറ്റില്ല, നടപടികളിലേക്ക് പോകാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ആ രൂപത്തിൽ കൈയും കാലും കെട്ടുന്ന രീതിയിലേക്ക് നടപടികൾ പോവുകയാണ്. അപ്പോൾ അർബൻ നക്സലിസം പോലുള്ള കാര്യങ്ങൾ സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ എടുത്തകത്തിടും. അതെ, അതൊക്കെ ചെയ്തു കഴിഞ്ഞു, പല വർഷങ്ങളായി ചെയ്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ പ്രതിപക്ഷ സ്വരം എവിടെ നിന്നും വരരുത് എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ലോകം കാണുന്നു എന്നുള്ളതാണ്. അതാണ് അമേരിക്ക, ജർമ്മനി ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം വന്ന ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UN പോലും പറയുകയാണ്, തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നു എന്ന് UN പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്
ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് എല്ലാവരും പുറമേക്ക് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ തുല്യമായ അവസരം ഉറപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞതുപോലെ ഗോളിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാമെന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നതെന്ന്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയൊക്കെ BJPക്കെതിരെ വരുന്ന കാര്യങ്ങൾ, തെളിവുകൾ, ഇതിലൊന്നും ഒരു പ്രതികരണം പോലുമില്ല, പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന രൂപത്തിലാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഏറ്റവും മോശം കാലമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. അന്ന് മിസ നിയമം പ്രയോഗിച്ചുകൊണ്ട് ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള നേതാക്കളെ അകത്തിട്ടെങ്കിൽ ഇന്നിപ്പോൾ കേജ്രിവാളിനെ ഇപ്പോൾ കള്ളപ്പണ നിരോധനം എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ അതെ അതിൻ്റെ എല്ലാ മൂർച്ചയോടും കൂടി അത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അതിന് ഉള്ള വിജയകരമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റഷ്യ, പുടിൻ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ പുടിൻ്റെ റഷ്യ പോലെ ആകുകയാണോ ഇന്ത്യ എന്നൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിനെ ഒരുമിച്ച് പ്രതിരോധിക്കേണ്ട സമയം. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഏത് രൂപത്തിൽ അതിൽ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ നിന്നില്ല എങ്കിൽ വലിയ മോശം സാഹചര്യത്തിലേക്ക് പോകും. ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, കർഷക പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ പറഞ്ഞതുപോലെ പുറമേക്ക് കാണുന്നില്ല, പക്ഷേ ജനം അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനുഭവിക്കുന്നതിലേക്ക് ഈ പുതിയ തെളിവുകൾ കൂടി മുന്നോട്ട് വരുമ്പോൾ അതിൽ ജനങ്ങൾക്കാണ് ശക്തി, അല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കേണ്ടത്. അപ്പോൾ ജനം ശക്തി അറിയാനുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. അതിലേക്ക് എത്തേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അതിനൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സഭാ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സീറോ മലബാർ സഭയൊക്കെ എങ്ങും തൊടാതെ നിന്ന പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാറിയതിനു ശേഷം ഇന്നിപ്പോൾ ദുഃഖവെള്ളി ദിവസം ഇപ്പോൾ സീറോ മലബാർ സഭ മാത്രമല്ല ലത്തീൻ സഭയിലും ഇന്നിപ്പോൾ നികേഷ് കുമാറിന്റെ ചർച്ചയും അതായിരുന്നല്ലോ. അപ്പോൾ സഭാ നേതൃത്വങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഇവിടെ ജനാധിപത്യം ഇല്ലാതാകുന്നു എന്ന ഭയമുണ്ട്. അപ്പോൾ ഈ സഭാ നേതൃത്വമൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നു. അപ്പോൾ പല രൂപത്തിൽ നേരത്തെ പ്രതികരിക്കാതിരുന്നവർ പോലും പ്രതികരിക്കുന്നു. ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ നികുതി ഭീകരത മാത്രമല്ല, വല്ലാത്ത ഭീകരത ഇവിടെ നിലനിൽക്കുന്നു. അതിനെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയമായിരിക്കുന്നു. ആ രൂപത്തിലേക്ക് പ്രതിപക്ഷം പോകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. Meet the editors.